ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പശു പോത്തപ്പന്മാരിനെയൊക്കെ നേരത്തെ കെട്ടിയിട്ട് തീറ്റ കൊടുത്തോട്ട് അപ്പോൾ ഇവിടെ വളമൊക്കെ വാരി ക്ലീൻ ചെയ്തിടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ കണ്ട നമ്മുടെ പശു അമ്മി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പശുവിനെ ഇവിടെ തന്നെ കെട്ടിയിട്ടുണ്ട്. ഉള്ള ഇനി ഇവിടേക്ക് മാറ്റി കെട്ടണം, തണലെത്തിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി എപ്പോഴും ക്ലീനായിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വിടുകയാണ് കേട്ടോ. തൊഴുത്തിൽ പരിപാടിയൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പോത്തപ്പന്മാരെ നമ്മൾ സീൽ ചെയ്യണം എന്ന് തിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. രാവിലെ കണ്ട വയറൊക്കെ ഇങ്ങനെ ഒട്ടി കിടക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആ തീറ്റ എടുത്തതിന് ശേഷമാണ് അവരൊന്ന് ഫിറ്റായി ഇരിക്കുകയുള്ളൂ. നമ്മുടെ പോത്തപ്പന്മാരെ കണ്ട നമ്മളിപ്പോൾ ചെറിയ പോത്തിനും കൂടുതലാട്ടോ തീറ്റ കൊടുക്കുന്നത്. പകുതിയും താഴെ തന്നെ പോവുകയും ചെയ്യും. പശുവിന് തീറ്റയൊക്കെ കൊടുത്ത് പശുവിൻ്റെ വേറെ കാണിച്ചു തരാം കേട്ടോ. പശുവിൻ്റെ വേറെ ഉണ്ട്, നിറഞ്ഞിട്ടാണ് നിൽക്കണില്ലേ അമ്മ. 2 ദിവസമായിട്ട് പാലിപ്പോൾ കുറവാണ്. കാറ്റായാലും പശുവിൻ്റെ പാലൊക്കെ കുറയുന്നുണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അറിയണവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരാവശ്യത്തിന് പുറത്ത് പോകണം. മിക്കൂസ അങ്ങോട്ട് പോയിട്ടാ. കാരണം ഡെയിലി ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ ഇവിടെയൊക്കെ ഫുള്ളും വൈക്കോല് നിറയുന്ന വെച്ചിട്ട് അന്നാളുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വൃത്തിയില്ലാണ്ട് കിടക്കുമല്ലോ എന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഫുൾ ഭാരമുള്ള പണിയായിട്ട് മാറും, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ ഭാരിച്ച പണിയായിട്ട് തോന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കാട് കൂട്ടും കാട് പോലെ കിടന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരെ കെട്ടി നല്ല നീറ്റായിട്ടുള്ള സ്ഥലമായി മാറി ലപ്പൂ. പിള്ളേരുള്ള സമയത്ത് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ക്ലീൻ ചെയ്യലും വൃത്തിയാക്കലും ഒരാൾ ചൂലെടുക്കുമ്പോൾ ഞാൻ അടിക്കാം നീ അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫൈറ്റും. ഇനിയിപ്പോൾ സ്കൂൾ കൂട്ടുമ്പോൾ എല്ലാവരും വരും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഫണ്ണായിരിക്കും. അപ്പോൾ 2 മാസമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പിന്നെ ക്രിസ്മസ് വെക്കേഷനിലായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്കൂളുണ്ടല്ലോ അപ്പോൾ പോയി. ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ സ്കൂളൊക്കെ പൂട്ടി വീണ്ടും പിള്ളേരൊക്കെ എത്താൻ കേട്ടോ. നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.